തിരുവനന്തപുരം മണ്ണന്തലയിൽ കെ.എസ്.ആർ.ടി.സി ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട കെ.എസ്.ആർ.ടി.സി ബസ്സാണ് എതിരെ വന്ന ലോറിയിൽ ഇടിച്ചത്. പരിക്കേറ്റവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എസ്.പി. ശ്രീനന്ദ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം വട്ടപ്പാറ മരുതൂർ പാലത്തിലാണ് വളരെ ദയനീയമായൊരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഇവിടെ ഉണ്ടായത്. കെ.എസ്.ആർ.ടി.സി ബസ്സും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ കൂടെയുണ്ട്. സർ, എന്തായിരുന്നു ഇത്? 5:45 ഒരു ബൈക്കുകാരനാണ് ഞങ്ങളുടെ വന്ന് പറയുന്നത്. ആ സമയത്തിന് ഞങ്ങൾ സ്പോട്ടിൽ എത്തിയപ്പോൾ 2 പേരും ജാമായിരിക്കുകയാണ്. അതിനിടയ്ക്ക് തന്നെ ഫയർഫോഴ്സ് എത്തി ഏകദേശം അരമണിക്കൂറോളം പ്രയത്നിച്ചാണ് ഈ 2 ഡ്രൈവർമാരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ കൺട്രോൾ റൂമിൽ അറിയിച്ച് സിറ്റി അവിടെയുള്ള പോലീസിൻ്റെ എല്ലാ സജ്ജീകരണവും ഒരുക്കി ഏകദേശം 20 മിനിറ്റോട് കൂടി എല്ലാവരെയും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഈ 2 പേരുടെയും നില ഗുരുതരമാണ്. ഡ്രൈവർമാർ വേറെ കുഴപ്പമൊന്നുമില്ല, കാലിലൊന്നും പൊട്ടലൊന്നുമില്ല, മുഖത്ത് മാത്രമേ ഉള്ളൂ. അതായത് ജാമായി ഇരിക്കുന്നത്. അപകട കാരണം എന്തെന്ന് ഞങ്ങൾ ഓടിയെത്തിയതാണ്. അതിനെക്കുറിച്ച് മഴയാണോ? മഴയുണ്ടായിരുന്നു. മുൻപും സമാന രീതിയിലൂടെ അല്ല, അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. എന്തായാലും ഇവിടെ നമുക്ക് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച മുൻപും സമാന രീതിയിൽ ഇവിടെ അപകടങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ എന്തായാലും ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ബസ് കെ.എസ്.ആർ.ടി.സി ബസ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ലോറി ഡ്രൈവർക്കാണ് കുറച്ച് പരിക്ക് ഗുരുതരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തിരുവനന്തപുരം പത്തനംതിട്ട കെ.എസ്.ആർ.ടി.സി ബസ്സാണ് ഇവിടെ അപകടത്തിൽ പെട്ടത്. തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട കെ.എസ്.ആർ.ടി.സി ബസ് എതിരെ വന്ന ലോറി ഇടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ ഒരു അപകട കാരണം എന്തെന്ന് ഇതുവരെയും വ്യക്തമല്ല. മഴ ഇന്നലെ രാത്രി തന്നെ ഈ സ്ഥലങ്ങളിൽ വ്യാപകമായി മഴയുണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ 12 പേരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്നത്. കെ.എസ്.ആർ.ടി.സി ബസ് ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിലുള്ള ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇനി നീക്കം ചെയ്യാനുള്ളത് ഈ ഒരു ലോറിയാണ്. ലോറിയുടെ മുൻഭാഗം കാണുമ്പോൾ തന്നെ ആ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ വളരെ വലിയൊരു അപകടം ആയി മാറേണ്ടതായിരുന്നു. പക്ഷേ അവരുടെ നിലയിൽ ഇപ്പോൾ വലിയ പുരോഗതി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇവിടെയുള്ള നാട്ടുകാരുണ്ട്. ചേട്ടാ, ഈ അപകടം എപ്പോഴാണ് നടന്നതെന്നുണ്ടായിരുന്നു? 5:45. ഇവിടെ മുൻപ് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഈ ഒരു അപകടം നടന്നപ്പോൾ ഈ ഡ്രൈവറെയും കണ്ടക്ടറെ മാറ്റാൻ വേണ്ടി അരമണിക്കൂറോളം എടുത്തു എന്ന് പറയുന്നത്. അരമണിക്കൂർ കൂടുതലായി. 2 ഡ്രൈവർമാർ. എന്താണ് ഈ ഒരു അപകടം? മഴയാണോ അതോ? മഴ ഫാസ്റ്റ്. അവിടെ നിന്ന് മൂഴിയാറല്ലേ രാവിലെ വന്നത്. അത് നിയന്ത്രണം തെറ്റി വന്ന് ഇടിച്ചത്. മഴയത്ത് തെന്നിയില്ലേ അങ്ങനെ. എന്തായാലും ഇവിടെ നാട്ടുകാരെല്ലാവരും കറക്റ്റ് സമയത്തിന് തന്നെ രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തും അതുപോലെ തന്നെ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കൃത്യസമയത്ത് ഡ്രൈവർമാർ 2 പേരെയും പുറത്തെടുക്കാൻ സാധിച്ചതും അവർക്ക് കൃത്യമായ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഒക്കെ തന്നെ നൽകാൻ സാധിച്ചതും. എന്തായാലും നമുക്ക് വരും മണിക്കൂറിൽ മാത്രം മറ്റു വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും 12 പേരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അവരുടെ നില ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സൈഡിലുള്ള ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മറു സൈഡിലെ ഗതാഗതം ഉടൻ തന്നെ പുനഃസ്ഥാപിക്കുമെന്നാണ് അധികൃതർ നമ്മോട് വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ രഞ്ജിത്തിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.